വയനാട് വനപാതയ്ക്കരികെ നിന്നിരുന്ന ആനകൾക്ക് നേരെ പാഞ്ഞെടുത്തു വാഹനം. അപ്പപ്പാറ തിരുനെല്ലി റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്ത്. തിരുനെല്ലി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വീടുണ്ട്. ലിനറ്റ് വർഗീസാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ലിനറ്റ്, ഇൻട്രോ വായിച്ചപ്പോൾ എനിക്കൊരു സംശയം തോന്നി. സാധാരണഗതിയിൽ ആനയാണ് വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുന്നത്. തെറ്റിപ്പോയതാണെന്ന് കരുതി, പക്ഷെ ആ ദൃശ്യം കണ്ടപ്പോൾ മനസ്സിലായി തെറ്റിപ്പോയതല്ല. ആരാണ് ഈ ഭീകരന്മാർ എന്ന് തിരിച്ചറിഞ്ഞോ? മിനിൽ, നിലവിൽ ഇതാരാണ്, വാഹനം ആരുടേതാണെന്നോ ആരാണ് ഇതിൽ സഞ്ചരിച്ചതെന്നൊന്നും തന്നെ വ്യക്തമായിട്ടില്ല. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം തിരുനെല്ലി വെച്ച് ഈ വനപാതയ്ക്കടുത്ത് ഉണ്ടാകുന്നത്. ബിനിൽ പറഞ്ഞതുപോലെ സംഭവം വായിച്ചപ്പോൾ സംശയം തോന്നിയേക്കാമെങ്കിലും ദൃശ്യങ്ങൾ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ ഈ വനമേഖലയിൽ കൂടെ കടന്നു പോകുമ്പോൾ വന്യജീവികളൊക്കെ തന്നെ ആക്രമിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വനപാതകളിലൂടെ കടന്നു പോകുമ്പോൾ വാഹനങ്ങൾ നിർത്തണമെന്ന് പോലീസും വനപാല ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നിർദ്ദേശം നൽകാറുണ്ട്. അതിൻ്റെ സൈൻ ബോർഡുകൾ അടക്കമുള്ളതാണ്. പ്രത്യേകിച്ച് തിരുനെല്ലി പോലുള്ള സ്ഥലം വനത്തോട് ചേർന്നതാണ്, വനപാതയും കൂടിയാണ്. ഇത്തരത്തിൽ കാട്ടാനകൾ ഇറങ്ങുന്നതും കടുവയും പുലിയും ഒക്കെ ഇറങ്ങുന്നത് അവിടെ ഒരു സാധാരണ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വന്യജീവികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർ കടന്നുപോയതിന് ശേഷം മാത്രമാണ് വാഹനങ്ങളിലുള്ള യാത്രക്കാർ കടന്നു പോകാറുള്ളത്. എന്നാൽ ഇവിടെ ധൃതി വെച്ച് വാഹനം എടുക്കുന്നതിനിടയിൽ തന്നെ ആനയും മുന്നോട്ട് ചാടുന്നതായി നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. ഇത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കാരണം തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വന്യജീവികൾക്കും കാടിനും ഒക്കെ തന്നെ ഏറെ പ്രശ്നമുണ്ടാക്കുമെന്ന് തന്നെയാണ് വനം വകുപ്പ് വിലയിരുത്തുന്നത്. അതേ തുടർന്നാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ ഏറെ വൈറലാകുന്നതും തുടർന്ന് തിരുനെല്ലി ഫോറസ്റ്റ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് നിർദ്ദേശം നൽകുകയും സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ വാഹനം ആരുടേതാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ആരുടേതാണ് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ മാധ്യമങ്ങളോട് തുറന്നു പറയാൻ ഇതുവരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള വാഹനം ഓടിക്കുന്നതും വനപാതയിലുള്ള യാത്രയിൽ ഇങ്ങനെ വന്യജീവികളെയൊക്കെ കാണുമ്പോൾ വണ്ടി നിർത്തി അവർക്ക് പോകാനുള്ള സ്ഥലം ഒരുക്കേണ്ടതും യാത്രക്കാരുടെ കൂടെ ഉത്തരവാദിത്തമാണ്. സുരക്ഷ 2 പേർക്കും ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തമാണെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും ഇനി കാരണം അവർക്ക് മാത്രമല്ല, അവരുടെ ജീവന് മാത്രമല്ല, പുറകിൽ അവിടെ മാന്യമായി നിൽക്കുന്ന ആളുകൾക്ക് പോലും ഭീഷണിയാവുകയാണ് ഇത്തരത്തിൽ അതിസാഹസികമായി ഭയങ്കര പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ. കാരണം ആന ഒരുപക്ഷെ ആക്രമിക്കുന്നത് പുറകിൽ വരുന്ന വാഹനങ്ങളെ ആയിരിക്കാം. ആ വിധത്തിൽ എത്ര മുന്നറിയിപ്പുകൾ ലഭിച്ചാലും ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പ്രവൃത്തി ഉണ്ടാകുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ്. ഈ വാഹനം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണോ വനംവകുപ്പ് പറയുന്നത്? തീർച്ചയായും അത് ആരുടേതാണെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, ആരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ വാഹനം ട്രേസ് ചെയ്തിട്ടുണ്ട്, ആരുടേതാണെന്ന് വ്യക്തമായിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ബിനിൽ പറഞ്ഞതുപോലെ ഈ മുന്നറിയിപ്പുകളൊക്കെ തന്നെ ഉണ്ടായിട്ടും ഇത്തരത്തിൽ ഉള്ള നിർദ്ദേശങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള യാത്ര ഏറെ പ്രയാസകരമാണ്, സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. പ്രത്യേകിച്ച് വന്യജീവികൾക്കും അതോടൊപ്പം തന്നെ യാത്രക്കാർക്കും ഏറെ ഭീഷണിയാക്കുന്നതാണെന്ന് തന്നെയാണ് വനം വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സ്വമേധയാ കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബിനിൽ, ഓക്കെ, ശരി. ലിനറ്റ് വർഗീസാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.